ഉപദേശങ്ങൾ മാനവരോടായി കേഴുന്നു. പാപവഴികളുപേക്ഷിപ്പിൻ, പാപിക്കായി പ്രാർത്ഥിപ്പിൻ. പരിശുദ്ധ അമ്മ നമുക്ക് നൽകിയിട്ടുള്ള 33-ാമത്തെ സന്ദേശമാണ് നമ്മൾ ഇന്ന് ശ്രവിക്കുക. 1999 സെപ്റ്റംബർ 8 പരിശുദ്ധ ദൈവമാതാവിൻ്റെ ജന്മദിനത്തിൽ അമ്മ പറഞ്ഞു, മക്കളെ, നിങ്ങളുടെ അമ്മയായ എൻ്റെ ജന്മദിന സ്മരണകളിൽ മുഴുകിയിരിക്കുന്ന നിങ്ങളെ ഞാൻ ആശീർവദിക്കുന്നു. പൂഴിയിലിരുന്ന് കളിക്കുന്ന ഒരു കുഞ്ഞിൻ്റെ വസ്ത്രങ്ങളിലും ശരീരത്തിലും അഴുക്ക് പുരണ്ടാലും അവൻ്റെ അമ്മ അവനെ സ്നേഹത്തോടെ എടുത്ത് ഉമ്മ വയ്ക്കുന്നതും ക്ഷമയോടെ കുളിപ്പിച്ച് വൃത്തിയാക്കുന്നതും നിങ്ങൾക്കറിയാമല്ലോ. അമ്മ നമ്മളോട് ചോദിക്കുക, മണ്ണിലൊക്കെ ഇരുന്ന് കളിക്കുന്ന ഒരു കുഞ്ഞ്, ആ കുഞ്ഞ് മണ്ണിലിരുന്ന് കളിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഡ്രസ്സിലും ശരീരത്തിലും കൈകാലുകളിലൊക്കെ അഴുക്കുണ്ടാകും. അങ്ങനെ ഉണ്ടായാൽ പോലും ഒരമ്മ ആ കുഞ്ഞിനെ എടുത്ത് ഉമ്മ വെച്ച് ആ കുഞ്ഞിൻ്റെ അഴുക്കുകളൊക്കെ കഴുകിക്കളഞ്ഞ് നല്ല വസ്ത്രം ധരിപ്പിക്കും. അത് നിങ്ങൾക്കറിയാമല്ലോ. അമ്മ ചോദിക്കുന്നു. നമുക്ക് പറയാം, ഓ അമ്മേ, ഞങ്ങൾക്കറിയാം. അതുപോലെ തന്നെ മക്കളെ, നിങ്ങളുടെ സ്വർഗീയ മാതാവായ ഞാൻ നിങ്ങളുടെ ആത്മാവിനെ കുളിപ്പിച്ച് വൃത്തിയാക്കുവാൻ യാതൊരു മടിയുമില്ലാതെ നിങ്ങളുടെ അരികിലേക്ക് ഓടിയണയുന്നു. നമ്മുടെ അമ്മ, പരിശുദ്ധ അമ്മ നമ്മളോട് പറയുക, ഒരു കൊച്ചു കുഞ്ഞിനെ ആ കുഞ്ഞിൻ്റെ സ്വന്തം അമ്മ അഴുക്ക് പുരണ്ടിരിക്കുന്നത് കാണുമ്പോൾ കുഞ്ഞിനെ എടുത്ത് കുളിപ്പിച്ച് വൃത്തിയാക്കി ക്ഷമയോടെ എല്ലാം ചെയ്യുന്നത് പോലെ നമ്മളുടെയൊക്കെ ആത്മാവിനെ പാപക്കറകൾ കഴുകിക്കളഞ്ഞ് യേശുവിൻ്റെ തിരുരക്തത്തിൽ കുളിപ്പിച്ച് വൃത്തിയാക്കി ഈശോയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ട പൈതലാക്കി മാറ്റാൻ അമ്മയ്ക്ക് യാതൊരു മടിയുമില്ല. നമ്മൾ ഒന്ന് നിന്നു കൊടുത്താൽ മതിയെന്ന അമ്മ ഈ സന്ദേശത്തിലൂടെ നമ്മളോട് പറയുന്നത്. ഈ അമ്മയുടെ കരങ്ങൾക്കുള്ളിൽ മക്കളുടെ സ്വാതന്ത്ര്യത്തോടെ ആയിരിക്കാൻ ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നു. അമ്മ ആവശ്യപ്പെടുന്ന ഒറ്റ കാര്യമുള്ളൂ, പരിശുദ്ധ അമ്മയെ അമ്മയായിട്ട് ഉൾക്കൊള്ളുക, അംഗീകരിക്കുക. എന്നിട്ട് മക്കൾ ഒരു അമ്മയുടെ അടുത്ത് എങ്ങനെയാണോ അതുപോലെ നമ്മൾ അമ്മയുടെ അടുത്ത് ആയിരിക്കാൻ തയ്യാറാകുക. അപ്പോഴല്ലേ കുഞ്ഞിനെ കുളിപ്പിച്ച് വൃത്തിയാക്കാനും നന്മ പറഞ്ഞു തരാനും ഈശോയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പൈതലാക്കി മാറ്റാനും പരിശുദ്ധ അമ്മയ്ക്ക് സാധിക്കൂ. നമ്മുടെ അനുസരണക്കേടോ ദുർവാശിയോ അവിശ്വാസമോ ഒക്കെ കാരണം പരിശുദ്ധ അമ്മയിൽ നിന്ന് നമ്മൾ അകന്നു പോയിട്ട് എനിക്ക് യേശു മാത്രം മതി, ഞാൻ നേരിട്ടാണ് യേശുവായിട്ട് ഇടപാടുകളൊക്കെ നടത്തുന്നത് എന്ന് പറഞ്ഞാൽ അമ്മയ്ക്ക് ഒന്നും ചെയ്യാൻ സാധിക്കില്ല. അമ്മ അപ്പോഴും മടികൂടാതെ നമ്മളെ കാത്തിരിപ്പുണ്ട്. ആ അമ്മ പറയുന്നു, മക്കളെ, മക്കൾക്കടുത്ത സ്വാതന്ത്ര്യത്തോടെ നിങ്ങൾ എൻ്റെ അരികിലെ ഒന്ന് നിന്ന് തന്നാൽ മതി, ഒന്ന് നിന്ന് തന്നാൽ മതി. ആ നിൽപ്പിനുള്ള തയ്യാറെടുപ്പായിരുന്നല്ലോ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നടത്തിയത്. തുടർന്നും നമ്മുടെ ശേഷിക്കുന്ന ദിനങ്ങൾ അത്രയും അമ്മയുടെ കരങ്ങളിലേക്ക് നമ്മെ തന്നെ പരിപൂർണമായിട്ട് നമുക്ക് സമർപ്പിക്കാം. ഏത് പാപിയാണെങ്കിലും ഏത് തരത്തിലുള്ള പാപാവസ്ഥയുടെ അടിമയാണെങ്കിലും, അമ്മേ, എനിക്കതിൽ നിന്ന് രക്ഷപ്പെടണം, എൻ്റെ ആത്മാവിനെ അമ്മയൊന്ന് എടുത്ത് യേശുവിൻ്റെ തിരുരക്തം കൊണ്ട് കഴുകി വൃത്തിയാക്കിയിട്ട് അനുതാപത്തിൻ്റെ കൃപ നൽകി യേശുവിലേക്ക് എന്നെ അടുപ്പിക്കണേ എന്ന് ആഗ്രഹിക്കുന്ന ഒരു ദൈവ പൈതലാണോ നീ? എങ്കിൽ പരിശുദ്ധ അമ്മ നിന്റെ ആത്മാവിൻ്റെ എല്ലാ കാര്യങ്ങളും ഏറ്റെടുത്ത് ചെയ്യാനായിട്ട് സന്നദ്ധയാണ്. നീ സമ്മതിച്ചാൽ മതി. ഈ അമ്മ നിങ്ങളെ യേശുവിൻ്റെ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കാൻ തയ്യാറാണ്. കാരണം പരിശുദ്ധ അമ്മയുടെ ഹൃദയത്തിൽ യേശുവാകുന്ന നിധിയുണ്ട്. ആ യേശുവാകുന്ന നിധിയുടെ ഹൃദയത്തിലേക്ക് നമ്മെ ചേർത്ത് വയ്ക്കുക എന്നതാണ് അമ്മയുടെ ദൗത്യം. അമ്മ അത് എപ്പോഴും നിർവഹിച്ചുകൊണ്ടിരിക്കും. അതിനായി മക്കളെ പ്രാർത്ഥിക്കുക. അമ്മ തയ്യാറാണ്. മക്കളെ പ്രാർത്ഥിക്കുക. ദാനമായി ലഭിച്ചിരിക്കുന്ന ഓരോ കഴിവുകളും കൃപകളായി ഉയർത്തപ്പെടുന്നതിനും സ്വീകരിക്കുന്നതിനും തയ്യാറാകണം.
പരിശുദ്ധ അമ്മ പലപ്പോഴും പറഞ്ഞു തന്നിട്ടുണ്ട്, മക്കളെ, ഈ ലോകത്തിലേക്ക് നോക്കുമ്പോൾ ഒത്തിരി കഴിവുള്ളവരാണ്, കൃപകളുള്ളവരാണ് എല്ലാവരും എന്ന് ചില ചിന്താഗതികളിൽ ജീവിക്കുന്നവരുണ്ട്, കൃപയിലായിരിക്കുന്നവരുണ്ട്. കഴിവുകളെ കൃപകളാക്കി മാറ്റാതെ കഴിവുകളിൽ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്നവരുമുണ്ട്. നമ്മൾ ഇതിൽ ഏത് കാറ്റഗറിയിലാണ് പെടുന്നേ? നമുക്ക് കഴിവുണ്ട്. എന്ത് കഴിവാണ് ഉള്ളത്? ഈ ലോകത്തെ വെട്ടിപ്പിടിക്കാനുള്ള കഴിവാണോ? അല്ലെങ്കിൽ സ്നേഹിക്കാനുള്ള കഴിവാണോ? നമുക്കുള്ള അറിവുകൾ കഴിവുകളാണോ? അമ്മ വീണ്ടും ഓർമ്മിപ്പിക്കുന്നുണ്ട്, മക്കളെ, നിങ്ങളുടെ അറിവുകൾ കൃപകളായാലേ അറിവ് പുണ്യ അഭ്യാസത്തിനായിട്ട് നിങ്ങളെ നയിക്കുകയുള്ളൂ. നമ്മുടെ ആത്മാവിൻ്റെ പുണ്യപൂർണതയിലേക്ക് നമ്മുടെ അറിവുകളും കഴിവുകളും നമ്മളെ നയിക്കുന്നില്ലെങ്കിൽ നമ്മൾ കൃപയിലല്ല, കൃപാവരത്തിലല്ല. പരിശുദ്ധ അമ്മ പറയുന്നത്, മക്കളെ, ദാനമായിട്ടാണ് ദൈവം നിങ്ങൾക്ക് കഴിവുകൾ നൽകിയിരിക്കുന്നത്. ലഭിച്ച എല്ലാ കഴിവുകളും പലതരത്തിലുള്ള കഴിവുകളുണ്ടല്ലോ, എല്ലാ കഴിവുകളും കൃപകളായി ഉയർത്തപ്പെടണം. കാരണം കൃപാവരം കൊണ്ടല്ലാതെ ക്രൂരതയുടെ മുഖത്തടിക്കാൻ സാധ്യമല്ല. മക്കളെ, പ്രാർത്ഥിക്കുക, ഒരുങ്ങുക. യേശുവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടെ. കഴിവുകളെ കൃപകളാക്കി മാറ്റാൻ മക്കളെ പ്രാർത്ഥിക്കുക എന്നാണ് അമ്മയുടെ ജന്മദിനത്തിൽ അമ്മ നമ്മെ ആശംസിച്ചത്. കഴിവുകളെ നമുക്ക് കൃപകളാക്കി മാറ്റാം. അതിനായിട്ട് അമ്മ പറയുന്നു, മക്കളെ, പ്രാർത്ഥിക്കുക. ക്രൂരതകൾ നിറഞ്ഞ ഒരു ലോകത്താണ് നിങ്ങൾ ജീവിക്കുന്നത്. അതും അമ്മയ്ക്കറിയാം. എന്നിട്ട് അമ്മ പറയാണ്, കൃപാവരം കൊണ്ടല്ലാതെ ക്രൂരതയുടെ മുഖത്തടിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ കൃപ എന്താ? കൃപ ദൈവത്തിൻ്റെ കരുണയാണ്, അല്ലേ? കരുണ എന്താ? നമുക്ക് അർഹിക്കാത്തതുപോലും തരുന്നത്, അർഹിക്കാത്തതുപോലും കൊടുക്കുന്നതാണ് കരുണയെങ്കിൽ നമ്മെ തന്നെ പൂർണ്ണമായും ദൈവത്തിന് സമർപ്പിക്കുന്നതാണ് കൃപ. ഈ കൃപയിൽ നമ്മൾ വളരണം. അങ്ങനെ വളരണമെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കണം, അധ്വാനിച്ച് പ്രാർത്ഥിക്കണം. പ്രാർത്ഥനയെ ചെയ്തു തീർക്കേണ്ട ഒരു ജോലിയായിട്ടോ മടുപ്പും വിരസതയും വരുന്ന ഒരു വലിയ കാര്യമായിട്ടോ നമ്മൾ എടുക്കരുത്. നമ്മുടെ ജീവിതം പ്രാർത്ഥനയാകണം, ജീവിതം പ്രാർത്ഥനയാകണം, പ്രാർത്ഥന ജീവിതമാകണം. അപ്പോഴാണ് നമ്മൾ കൃപയിൽ നിലനിൽക്കുന്നു എന്ന് നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. ഒരു ധ്യാനം കൂടി, അല്ലെങ്കിൽ ഒരു ആരാധനയിൽ പങ്കെടുത്തു, അല്ലെങ്കിൽ ഒരു വചന പ്രഘോഷണം കേട്ടു, കൃപ ലഭിച്ചു എന്ന് നമ്മൾ വിശ്വസിക്കും. കാരണം കുറേ നന്മകൾ നമുക്കതിൽ നിന്ന് കിട്ടും എന്തായാലും. അത് ആ ഒരു ടോക്ക് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ മാത്രം ഒതുങ്ങി നിൽക്കാതെ, അല്ലെങ്കിൽ ഒരു ധ്യാനം കൂടിക്കൊണ്ടിരിക്കുമ്പോൾ ലഭിച്ചത് ആ ധ്യാന കേന്ദ്രത്തിലായിരിക്കുമ്പോൾ മാത്രം നമ്മിൽ പ്രവർത്തിക്കാതെ അതിനപ്പുറത്തേക്ക് നമ്മുടെ അനുദിന ജീവിതത്തിൽ അത് കൃപയായിട്ട് നിലനിർത്തണമെങ്കിൽ നമ്മൾ പ്രാർത്ഥിച്ചേ മതിയാകൂ. മക്കളെ, പ്രാർത്ഥിക്കുക, ഒരുങ്ങുക. എന്തിനു വേണ്ടി? കൃപയിൽ നിലനിൽക്കാൻ. നമുക്ക് തന്നിരിക്കുന്ന എല്ലാ കഴിവുകളും കാണാനും കേൾക്കാനും ശ്വസിക്കാനും സംസാരിക്കാനും നടക്കാനും പ്രവർത്തിക്കാനും ചിന്തിക്കാനും എല്ലാ കഴിവ്, വിചാരവികാരങ്ങളുടെ കഴിവ്, എല്ലാം യേശുവിൻ്റെ കൃപയാക്കി മാറ്റാൻ നമ്മൾ പ്രാർത്ഥിക്കണം. അമ്മ നമ്മെ സഹായിക്കും. ഈ വിശ്വാസത്തോടെ നമുക്ക് മുന്നേറാം. പരിശുദ്ധ അമ്മ 1999 നവംബർ 2 ഇപ്രകാരം പറഞ്ഞു 34-ാമത്തെ സന്ദേശത്തിൽ, എൻ്റെ വത്സല മക്കളെ, സുരക്ഷാ കേന്ദ്രമായ ഈ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് ആത്മപ്രതിഷ്ഠ നടത്തുക എന്ന ആഹ്വാനവുമായി ഈ നല്ല സുദിനത്തിൽ നിങ്ങളുടെ അരികിലേക്ക് ഞാൻ വന്നിരിക്കുകയാണ്. പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് ആത്മപ്രതിഷ്ഠ നടത്തുക. അമ്മേ, ഞാൻ പൂർണ്ണമായും അമ്മയുടേതാണ് എന്ന് വിശുദ്ധ ജോൺ പോൾ II മാർപ്പാപ്പ പറഞ്ഞില്ലേ? അതുപോലെ അമ്മേ, ഞാൻ പൂർണ്ണമായും അമ്മയുടേതാണെന്ന് ഓരോ ദിവസവും ഈശോയുടെ, പരിശുദ്ധ അമ്മയുടെ ഒരു കുഞ്ഞ് ഏറ്റുപറയുമ്പോൾ
ആ വിമല ഹൃദയ പ്രതിഷ്ഠ നമ്മൾ വീണ്ടും വീണ്ടും നടത്തുകയാണ് ചെയ്യുന്നത്. നമുക്ക് അങ്ങനെ ശ്രമിക്കാം. എല്ലാ പ്രഭാതത്തിലും എഴുന്നേറ്റിട്ട് പരിശുദ്ധ അമ്മയോട് ഒന്ന് പറയണേ, അമ്മേ ഞാൻ പൂർണ്ണമായും അമ്മയുടേതാണ്. നമ്മൾ പൂർണ്ണമായും അമ്മയുടേതായി കഴിയുമ്പോൾ നമ്മെ അമ്മ പൂർണ്ണമായും യേശുവിൻ്റേതാക്കും. അതാണ് വിമല ഹൃദയ പ്രതിഷ്ഠയുടെ പൂർണ്ണത എന്ന് പറയുന്നത്. അതുകൊണ്ട് ആ പൂർണ്ണതയിലേക്ക് വളരാൻ നമുക്ക് ആഗ്രഹിക്കാം. മക്കളെ, വൈകരുത്. വിശുദ്ധീകരിക്കപ്പെടേണ്ട നാളുകളുടെ ദൈർഘ്യം വലിച്ചു നീട്ടാൻ നിങ്ങൾക്ക് ആവില്ല. അമ്മ പറയുക, മക്കളെ ഇതൊക്കെ നാളെയാകാം, മറ്റന്നാളാകാം, അല്ലെങ്കിൽ എൻ്റെ ഒരു യാത്ര കഴിഞ്ഞ് വന്നിട്ടാകാം, ഈ കൊറോണയുടെ കാലഘട്ടം കഴിഞ്ഞിട്ടാകാം എന്നൊന്നും ചിന്തിച്ചിരിക്കരുത്. നിങ്ങളെ തന്നെ വലിച്ചു നീട്ടാൻ ശ്രമിക്കരുത്. അമ്മ പറയുന്നു, നാളുകളുടെ ദൈർഘ്യം വലിച്ചു നീട്ടാൻ നിങ്ങൾക്കാവില്ല. കാരണം നമുക്ക് 24 മണിക്കൂറാണ് സമയക്രമത്തിൽ ഒരു ദിനം. ആ ദിനത്തെ 24-യോ 25-ഓ ആക്കാൻ നമുക്ക് പറ്റില്ല. അതൊരു ഉദാഹരണം പറഞ്ഞെന്ന് മാത്രം. പരിശുദ്ധ അമ്മ ഇവിടെ ഉദ്ദേശിക്കുന്നത് നമുക്ക് ദൈവം നിശ്ചയിച്ചിരിക്കുന്ന ആയുസ്സിൻ്റെ ദൈർഘ്യമാണ്. പഴയ നിയമ പുസ്തകത്തിൽ ഹെസക്കിയ രാജാവിന് 15 വർഷം കൂടെ ആയുസ് നീട്ടിക്കൊടുത്തതായിട്ട് നമ്മൾ വായിച്ചിട്ടുണ്ട്. എന്നാൽ പരിശുദ്ധ അമ്മ ഇവിടെ പറയുന്നു, നിങ്ങളുടെ ദൈർഘ്യം വലിച്ചു നീട്ടാൻ, ജീവിതത്തിൻ്റെ ആയുസ്സിൻ്റെ ദൈർഘ്യം വലിച്ചു നീട്ടാൻ നിങ്ങൾക്കാകില്ല. അതുകൊണ്ട് ഇപ്പോൾ ഒരുങ്ങുക, കൃപയിലായിരിക്കുക. ദൈവത്തിൻ്റെ സ്ഥാനത്ത് പ്രതിഷ്ഠിക്കപ്പെട്ട വിഗ്രഹങ്ങളെ പിന്തുടരുകയും ആരാധിക്കുകയും ചെയ്യുന്ന നിങ്ങളെ സുഖസന്തോഷങ്ങളുടെ അടിമകളാക്കി ഇപ്പോൾ നിസ്സംഗതയുടെ മൂടുപടം ലോകത്തിനുമേൽ വിടർത്തി എൻ്റെ ശത്രുവായ ചുവന്ന സർപ്പം അവൻ്റെ അടിമത്ത ചങ്ങല കൊണ്ട് നിങ്ങളെയെല്ലാം വരിഞ്ഞ് കെട്ടിയിരിക്കുന്നു. ദൈവത്തിൻ്റെ സ്ഥാനത്ത് പ്രതിഷ്ഠിക്കപ്പെട്ട വിഗ്രഹങ്ങളെ പിന്തുടർന്നുകൊണ്ട് സത്യദൈവമായ സൃഷ്ടാവായ ദൈവത്തെ ഓർക്കാതെ എനിക്ക് ദൈവത്തെ കൂടാതെ ജീവിക്കാം എന്ന മിഥ്യാധാരണയിൽ ലോകം പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. ലോകം നമ്മെ പല കാര്യങ്ങളും പഠിപ്പിക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ പലതും പഠിക്കുന്നില്ല. ദൈവത്തെ കൂടാതെ ജീവിക്കാം എന്ന വ്യാജേന ലോകത്തിൻ്റെ വൻപന്മാരായി ജീവിച്ച പല മക്കളും ഇന്ന് ദൈവസന്നിധിയിൽ മുട്ടുകുത്തി കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുന്നുണ്ട് കണ്ണുനീരോടെ. ഈ ലോകത്തിൻ്റെ ഇപ്പോഴത്തെ ഗതിവിഗതികളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ കർത്താവേ എന്ന് പറഞ്ഞുകൊണ്ട്. പക്ഷേ അങ്ങനെ പ്രാർത്ഥിക്കുന്നുവെങ്കിലും, അത് നല്ല കാര്യം തന്നെ, അങ്ങനെ പ്രാർത്ഥിക്കുന്നുവെങ്കിലും ലോകം നമുക്ക് നീട്ടിത്തരുന്ന ദൈവികമായ പ്രചോദനങ്ങൾ, അടയാളങ്ങൾ, അതിനേക്കാൾ ഉപരി മഹാമാരി പോലെയുള്ള ഇപ്പോൾ നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ദുരവസ്ഥകൾ എന്താണ് നമ്മോട് സംസാരിക്കുന്നത് എന്ന് മനസ്സിലാക്കിയിട്ട് ദൈവത്തെ പ്രതിഷ്ഠിക്കേണ്ട ജീവിതത്തിൽ എന്തൊക്കെ നമ്മൾ പ്രതിഷ്ഠിച്ചിട്ടുണ്ടോ അതൊക്കെ ഒന്ന് മാറ്റി നിർത്താൻ പരിശുദ്ധ അമ്മ പറയുകയാണ്. ദൈവത്തിൻ്റെ സ്ഥാനത്ത് പ്രതിഷ്ഠിക്കപ്പെട്ടതെല്ലാം ദൈവമല്ലെങ്കിൽ, ദൈവത്തെ അല്ല പ്രതിഷ്ഠിച്ചിരിക്കുന്നതെങ്കിൽ അത് മറ്റുള്ളതെല്ലാം വിഗ്രഹമാണ്. അതൊരു വിഗ്രഹ ആരാധനയായിട്ട് മാറും. അതായത് വ്യക്തിബന്ധങ്ങളായിരിക്കാം, സ്നേഹബന്ധങ്ങളായിരിക്കാം, വസ്തുക്കളോടോ മറ്റ് കാര്യങ്ങളോടോ ഉള്ള അമിതമായ ആഗ്രഹമായിരിക്കാം. നേരം വെളുത്ത് വൈകുന്നേരം ആഗോളം നമ്മൾ എന്തിനെക്കുറിച്ചാണോ ഏറ്റവും കൂടുതൽ ചിന്തിക്കുന്നത് അതായിരിക്കും നമ്മുടെ ജീവിതത്തെ നിയന്ത്രിക്കുക. അത് ദൈവമല്ലെങ്കിൽ, ആ ചിന്ത ദൈവത്തെക്കുറിച്ചല്ലെങ്കിൽ, നമ്മൾ എന്തിനെക്കുറിച്ചോ ചിന്തിക്കുന്നേ അതാണ് നമ്മുടെ ജീവിതത്തിലെ വിഗ്രഹം. പണമാകാം, പ്രശസ്തിയാകാം, സൗന്ദര്യമാകാം, ആഡംബരങ്ങളാകാം, സ്വർണമാകാം, അല്ലെങ്കിൽ സ്വന്തം ഭർത്താവാകാം, കുഞ്ഞുങ്ങളാകാം. ഇവരെയൊന്ന് സ്നേഹിക്കരുത് എന്നല്ല, ദൈവത്തെക്കാൾ ഉപരി വ്യക്തികളെക്കുറിച്ചുള്ള ചിന്തകളും അവരെക്കുറിച്ചുള്ള ആകുലതകളും ഒന്നുമല്ല. നിന്റെ കഷ്ടം, നിന്റെ സഹനങ്ങള്, നിന്റെ ദുരിതങ്ങള്, അതാണ് നീ എപ്പോഴും ചിന്തിച്ചു കൊണ്ടിരിക്കുന്നെങ്കിൽ അതും നിന്റെ ജീവിതത്തിൽ ഒരു വിഗ്രഹമാണ്. പരിശുദ്ധ അമ്മ പറയുന്നത്, കുഞ്ഞെ,
നിന്റെ ജീവിതത്തിൽ നീ പ്രതിഷ്ഠിക്കേണ്ടത് നിന്റെ ദൈവത്തെയാണ്. ആ ദൈവത്തെക്കാൾ ഉപരി, ദൈവിക ചിന്തകളെക്കാൾ ഉപരി നീ എന്തൊക്കെ ചിന്തിക്കുന്നുവോ അത് നിന്റെ ജീവിതത്തിൽ വിഗ്രഹമാണ്. ആ വിഗ്രഹത്തെ നീ പിന്തുടരരുത്. പരിശുദ്ധ അമ്മ പറയുന്നു, അങ്ങനെ പിന്തുടർന്ന് അതിനെ ആരാധിക്കുകയൊക്കെ ചെയ്യുന്ന നിങ്ങളെ സുഖസന്തോഷങ്ങളുടെ അടിമകളാക്കും. മനുഷ്യനെ സന്തോഷിക്കാൻ ലോകത്ത് കുറച്ച് സന്തോഷം കിട്ടിയാൽ മതി എന്ന് ചിന്തിക്കുമ്പോൾ പിശാചിന് അത് വ്യക്തമായിട്ടറിയാം. നമ്മുടെ ബലഹീനതകളെക്കുറിച്ച് അറിയാവുന്ന സാത്താൻ ബലഹീനതകളിൽ നമ്മളെ പ്രബലപ്പെടുത്തിക്കൊണ്ട് ആ പ്രലോഭനങ്ങളെ അതിജീവിക്കാനുള്ള കഴിവുകേട് നമ്മളിൽ വരുത്തി തീർക്കാനായിട്ട് വളരെയധികം ഉത്സുകനാണ്. അതുകൊണ്ട് പരിശുദ്ധ അമ്മ പറയുന്നു, ഇങ്ങനെ പ്രതിഷ്ഠിക്കപ്പെട്ട വിഗ്രഹങ്ങളെയൊക്കെ ആരാധിച്ച് ആ സന്തോഷത്തിൽ ജീവിക്കാനായിട്ട് നമ്മളെ സാത്താൻ അടിമകളാക്കുന്നു. അടിമത്തത്തിലായിരിക്കുന്ന മക്കൾ നിസ്സംഗതയുടെ മൂടുപടം ലോകത്തിനു മേൽ വിടർത്തി എൻ്റെ ശത്രുവായ ചുവന്ന സർപ്പം അവൻ്റെ അടിമത്ത ചങ്ങല കൊണ്ട് നിങ്ങളെയെല്ലാം വരിഞ്ഞു കെട്ടിയിരിക്കുന്നു. ചുവന്ന സർപ്പം, ചുവന്ന സർപ്പം എന്ന് പറയുമ്പോൾ പല അർത്ഥങ്ങളുണ്ട് കേട്ടോ അതിന്. നമ്മളൊക്കെയാണ് ഇന്ന് ചുവന്ന സർപ്പത്തിനെ വലിയ വലിയ ശക്തിയോട് ഉയർത്താനായിട്ട് ലോകമാണ് അതിന് ശക്തി കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ അതിനെക്കുറിച്ച് വലുതായി വ്യാഖ്യാനിക്കുന്നില്ല, വിശദീകരിക്കുന്നില്ല. കേൾക്കുന്നവർക്ക് മനസ്സിലാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തു തന്നെയാണെങ്കിലും സർപ്പത്തിൻ്റെ തല തകർത്ത അമ്മ, എൻ്റെയും നിങ്ങളുടെയും അമ്മ നമ്മളോട് പറയാ, ചുവന്ന സർപ്പത്തിന് നീ നിന്റെ ജീവിതം കൊടുക്കരുത്. നിന്നെ നിസ്സംഗതയിലേക്ക്, നിന്നെ സന്തോഷമില്ലായ്മയിലേക്ക്, അടിമത്തത്തിലേക്ക് മാത്രമാണ് അവൻ നയിക്കുക. അവൻ്റെ അടിമത്ത ചങ്ങല കൊണ്ട് വരിഞ്ഞു മുറുകാൻ യേശുവിൻ്റെ പൈതലെ നീ സമ്മതിക്കരുത്. ദൈവത്തെ കൂടാതെ ജീവിക്കാമെന്ന മിഥ്യാധാരണ പാവം എൻ്റെ മക്കളിൽ നിറച്ചിരിക്കുന്ന അവൻ വിജയഗീതം ആലപിക്കുകയാണ്. അമ്മയ്ക്ക് എന്തോ ഒരു സങ്കടമാണെന്നറിയോ? പരിശുദ്ധ അമ്മയുടെയും ഈശോയുടെയും പ്രിയ ദൈവ പൈതല് സാത്താൻ്റെ അടിമയായി കഴിയുമ്പോൾ പരിശുദ്ധ അമ്മയ്ക്ക് ഭയങ്കര സങ്കടമാണ്. പ്രിയപ്പെട്ടവരെ, ഞാനിത് പറയുമ്പോൾ ഒരുപാട് അമ്മമാരുടെ സങ്കടം കേൾക്കുന്നത് കൊണ്ട് പറയാം. മക്കള് വഴിതെറ്റിയിട്ട് കരഞ്ഞ് 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 കണ്ണുനീർ വറ്റിയ അമ്മമാർ പലപ്പോഴും പ്രാർത്ഥനയ്ക്കായിട്ട് വിളിക്കാറുണ്ട്. എൻ്റെ ജീവിത പങ്കാളി ഫോൺ അറ്റൻഡ് ചെയ്യുമ്പോൾ പലപ്പോഴും ഞാനും അത് കേൾക്കും. എനിക്ക് കേൾക്കാൻ പറ്റാത്ത രോഗാവസ്ഥയിലാണെങ്കിൽ അദ്ദേഹം എന്നോട് അതെല്ലാം പറയാറുണ്ട്. കോവിഡിന് മുൻപ് ഇവിടെ ധാരാളം അമ്മമാരുടെ സങ്കടങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട്. സങ്കടങ്ങൾ അമ്മമാർക്ക് ഏറ്റവും കൂടുതൽ പാപത്തിൽ ജീവിക്കുന്ന മക്കളെ ഓർത്തും പാപത്തിൽ ജീവിക്കുന്ന ജീവിത പങ്കാളിയെ ഓർത്തും കുടുംബ ബന്ധങ്ങളെയും ഓർത്താം. അങ്ങനെ മനുഷ്യരായ അമ്മമാരായ നമുക്ക് സങ്കടമുണ്ടെങ്കിൽ നമ്മുടെ എല്ലാവരുടെയും അമ്മയായ പരിശുദ്ധ അമ്മയ്ക്ക് നമ്മളെല്ലാവരും ഈ പാപത്തിൽ ജീവിക്കുന്നത് കാണുമ്പോൾ എത്ര സങ്കടം ഉണ്ടായിരിക്കും. അതുകൊണ്ടല്ലേ അമ്മ പലപ്പോഴും രക്തക്കണ്ണുനീരൊഴുക്കുന്നത്. ആ കണ്ണുനീരൊഴുക്കിയിട്ടും വിതുമ്പുന്ന ചുണ്ടുകളോടെ നിറഞ്ഞ സ്നേഹത്തോടെ നമ്മുടെ അമ്മ പറയാ, മക്കളെ, നിങ്ങൾ മക്കൾക്കടുത്ത സ്വാതന്ത്ര്യത്തോടുകൂടെ നിങ്ങളെ തന്നെ എനിക്ക് സമർപ്പിക്കേ, എൻ്റെ വിമല ഹൃദയത്തിലേക്ക് സമർപ്പിക്കേ. നിങ്ങളുടെ ജീവിതത്തിൻ്റെ ദൈർഘ്യം വലിച്ചു നീട്ടാൻ നിങ്ങൾക്കാകില്ല കേട്ടോ. ദൈവം തന്നിരിക്കുന്ന ആയുസ് എത്രയാണെന്ന് നമുക്കറിയില്ലല്ലോ. ശേഷിക്കുന്ന ജീവിതം, ഈ വീണ്ടും വീണ്ടും പറയുക, ശേഷിക്കുന്ന ജീവിതം ഇപ്പോൾ തന്നെ ദൈവസന്നിധിയിലേക്ക് സമർപ്പിച്ചിട്ട് പാപസുഖങ്ങളിൽ നിന്ന് അകന്ന് ജീവിക്കാൻ നമുക്ക് പ്രതിജ്ഞയെടുക്കാം. അതായിരിക്കട്ടെ ഈ തിരു സന്ദേശങ്ങൾ കേൾക്കുമ്പോൾ ആ പ്രതിജ്ഞയായിരിക്കട്ടെ പരിശുദ്ധ അമ്മയ്ക്ക് കൊടുക്കുവാനുള്ള നമ്മുടെ ഏറ്റവും വലിയ മുതൽക്കൂട്ട്. എൻ്റെ പ്രിയ മക്കളെ, നിങ്ങൾ ഓർക്കുക, താമസം വിന അവൻ ബന്ധിതനാകും. ആര്? സാത്താൻ. അവൻ്റെ കാലഘട്ടം അവസാനിക്കാറായി. നമ്മൾ അവന് ശക്തി കൊടുക്കാതിരുന്നാൽ മാത്രം മതി. ഞാൻ ദൈവ പൈതലാണ് എന്ന് ഓരോ ദൈവ പൈതലും ചങ്കിൽ കരം വെച്ച് ദൈവസന്നിധിയിൽ ഉദ്ഘോഷിക്കുമ്പോൾ സാത്താൻ നമ്മെ വിട്ട് ഓടിപ്പോകും. അവൻ്റെ നിസ്സംഗതയുടെ മൂടുപടം അവൻ എടുത്തു മാറ്റും. അമ്മ പറയുന്നു, ഉറപ്പ് തരുന്നു, മക്കളെ, നിങ്ങൾ ഓർക്കുക. എന്താണ് ഓർക്കേണ്ടത്?
സാത്താൻ താമസം വിന ബന്ധിതനാകും. ഈ അമ്മയോടൊപ്പം ജപമാല എന്ന ശക്തമായ ചങ്ങല ഉപയോഗിച്ച് നിങ്ങളും മുന്നേറുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ പ്രാർത്ഥനയാണ് ജപമാല. ഈ പ്രാർത്ഥന നിങ്ങളിൽ നിന്ന് യാചിക്കുവാനാണ് ഞാൻ സ്വർഗത്തിൽ നിന്നും വന്നിരിക്കുന്നത്. മക്കളെ, എൻ്റെ സുനിശ്ചിതമായ വിജയത്തിൻ്റെ അടയാളമാണ് ജപമാല പ്രാർത്ഥന. ഹല്ലേലൂയ. ജപമാലയെക്കുറിച്ച് കഴിഞ്ഞ സന്ദേശങ്ങളിലെല്ലാം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് അല്ലേ? ജപമാല എന്താണ്? അത് അമ്മയുടെ പ്രാർത്ഥനയാണ്. അത് ഏതാനും മുത്തുകൾ കോർത്തിണക്കിയ ഒരു മാലയല്ല. ഈ മാല പ്രാർത്ഥനയുടെ മാലയായി മാറുന്നത്. പരിശുദ്ധ അമ്മയുടെ തന്നെ വാക്കുകളിൽ പറഞ്ഞാൽ, സാത്താനെ ബന്ധിക്കുന്ന പ്രാർത്ഥനയാണ് ജപമാല എന്നും, ഈ ജപമാല പരിശുദ്ധ അമ്മയുടെ സുനിശ്ചിതമായ, അതായത് മാറ്റമില്ലാത്ത, നിശ്ചയിച്ച് ഉറപ്പിച്ചിരിക്കുന്ന വിജയം, ആ വിജയത്തിൻ്റെ അടയാളമാണ് ജപമാലയുമായിട്ട് മുന്നേറുന്ന മക്കൾ, അവരുടെ ജീവിതം. നമ്മുടെ ജീവിതമാകുന്ന ഓരോ മുത്തുകളും പരിശുദ്ധ അമ്മയുടെ വിശുദ്ധിയുടെ സമർപ്പണമാകുന്ന ചരടില് കോർത്തിണക്കിയിട്ട് ദൈവത്തിന് സമർപ്പിക്കുന്നതാണ് ജപമാല പ്രാർത്ഥന. ഹല്ലേലൂയ. നമ്മുടെ ജീവിതമാകണം നമ്മൾ വിരലിലൂടെ ചലിപ്പിക്കുന്നത്. ആ ചലനം പരിശുദ്ധ അമ്മയുടെ കരങ്ങളിലൂടെ ആകണമെന്ന് മുൻ സന്ദേശങ്ങളിൽ നമ്മൾ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ ഈ വാക്കുകൾക്ക് നമ്മുടെ ജീവിതത്തിൽ അർത്ഥം പകരാനായിട്ടുള്ള കൃപ സ്വീകരിക്കാം നമുക്ക്. സാത്താനെ അവൻ്റെ എല്ലാ നാരകീയ ശക്തികളോടും കൂടെ മരണവും അന്ധകാരവും അശുദ്ധിയും നിറഞ്ഞു നിൽക്കുന്ന അവൻ്റെ രാജ്യത്തിൽ ബന്ധിച്ചുകൊണ്ട് എൻ്റെ വിജയം പൂർണ്ണമാക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു. എന്താ അമ്മ പറഞ്ഞത്? സാത്താനെ അവൻ്റെ എല്ലാ നാരകീയ ശക്തികളോടും കൂടെ മരണവും അന്ധകാരവും അശുദ്ധിയും നിറഞ്ഞു നിൽക്കുന്ന അവൻ്റെ രാജ്യത്തിൽ. അപ്പൊ സാത്താൻ്റെ രാജ്യത്തിൽ എന്താ ഉള്ളത്? അന്ധകാരമാണ്, മരണമാണ്, അശുദ്ധിയാണ്. പാതാളത്തിൽ പ്രകാശമില്ല. സാത്താൻ്റെ രാജ്യത്ത്, നരകത്തിൽ പ്രകാശമില്ല. അവിടെ അന്ധകാരമാണ്. ആ അന്ധകാരം നിറഞ്ഞു നിൽക്കുന്ന, അശുദ്ധി നിറഞ്ഞു നിൽക്കുന്ന, മരണം നിറഞ്ഞു നിൽക്കുന്ന, അതായത് ജീവൻ നൽകാൻ സാധിക്കാത്തൊരിടം, ഒരു രാജ്യം, അത് സാത്താൻ്റെ രാജ്യമാണ്. ആ രാജ്യത്തിലേക്കാണ് പ്രിയ കുഞ്ഞെ നിന്നെ അവൻ വലിച്ചിഴച്ച് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. പരിശുദ്ധ അമ്മ പറയുന്നു, ആ രാജ്യത്തിലേക്കല്ല ദൈവം നിന്നെ സൃഷ്ടിച്ചത്. ആ രാജ്യത്തിൻ്റെ രാജാവല്ല നിന്നെ സൃഷ്ടിച്ചത്. നിന്നെ സൃഷ്ടിച്ചത് പ്രപഞ്ചത്തിൻ്റെയും സ്വർഗത്തിൻ്റെയും അധിപനായ രാജാതി രാജാവായ യേശു ക്രിസ്തുവാണ്. അതുകൊണ്ട് കുഞ്ഞെ, നീ അവൻ്റെ രാജ്യത്തിൻ്റെ അവകാശിയായി തീരരുത്. ജോബിൻ്റെ പുസ്തകം 23-ാം അധ്യായം 19-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു, വരൾച്ചയും ചൂടും ഹിമജലത്തെ എന്ന പോലെ പാപിയെ പാതാളം തട്ടിക്കൊണ്ടുപോകും. ഹല്ലേലൂയ, ഹല്ലേലൂയ. വരൾച്ചയുള്ളിടത്ത് ഒരു തുള്ളി വെള്ളം വീണാല് പെട്ടെന്നത് അപ്രത്യക്ഷമാകും. പെട്ടെന്നത് ആർത്തിയോടെ ആ വരണ്ട ഭൂമി അതിനെ വലിച്ചെടുക്കും. അതുപോലെ ചൂടുള്ളപ്പോൾ കുറച്ച് വെള്ളം, ഒരു ഹിമജലം, ഒരു മഞ്ഞുതുള്ളി വീഴുകയാണെങ്കിൽ നമ്മളത് കാണുക പോലുമില്ല. അതുപോലെയാണ് പാപിയെ പാതാളം തട്ടിക്കൊണ്ടുപോകും. പാതാളത്തിന് തട്ടിക്കൊണ്ടുപോകാനുള്ള ഒരു അവസ്ഥയാണ് പാപാവസ്ഥ. ആയതിനാൽ എൻ്റെ വത്സല സുതരെ, 3-ാം സഹസ്രാബ്ദത്തിൻ്റെ പടിവാതിക്കൽ എത്തിച്ചേർന്നിരിക്കുന്ന നിങ്ങൾ എല്ലാവരും ഈ സുദിനത്തിൻ്റെ പ്രത്യേകതകളോട് ചേർന്ന് പ്രതിജ്ഞയെടുക്കുക. സാത്താനെ ബന്ധനസ്ഥനാക്കാൻ, കപടതയുടെ ലോകത്തു നിന്നും വിമോചനം ലഭിക്കാൻ, ദൈവിക സ്വാതന്ത്ര്യത്തോടെ ജീവിക്കാൻ നിങ്ങളുടെ സ്വർഗീയ അമ്മയോടൊപ്പം പ്രവർത്തന നിരതരായിരിക്കുമെന്ന്. അമ്മയോടൊപ്പം മക്കൾ പ്രവർത്തിക്കണം. അമ്മ ലോകത്ത് പിശാചിനെതിരെ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മക്കൾ ഉറങ്ങി വിശ്രമിക്കരുത്. ദാവീദ് രാജാവ് ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഒരു പാപത്തിൽപ്പെട്ടു.
ദാവീദ് രാജാവിൻ്റെ സൈന്യം മുഴുവൻ യുദ്ധം ചെയ്യാൻ പോയിരിക്കുക. സൈന്യാധിപനായ ഊറിയായുടെ ഭാര്യയെ സ്വന്തമാക്കാനുള്ള വ്യർത്ഥമായിട്ടുള്ള ഒരു ആഗ്രഹം ദാവീദ് രാജാവിനുണ്ടായി. ദാവീദ് ആ സ്ത്രീയുമായിട്ട് പാപം ചെയ്തു. ആ പാപം ചെയ്തത് ഊറിയായുടെ തലയിൽ തന്നെ കെട്ടിവെക്കാനായിട്ട് വളരെ കപടതയുടെ കാര്യം ചെയ്തു. ഊറിയായെ യുദ്ധസ്ഥലത്ത് നിന്ന് വിളിച്ചു വരുത്തിയിട്ട് ഭാര്യയോട് കൂടെ ജീവിക്കാനായിട്ട് പറഞ്ഞു. ദാവീദ് രാജാവിൻ്റെ വിശ്വസ്തനായ ആ ദാസൻ പറഞ്ഞു, രാജാവേ, വാഗ്ദാന പേടകം യുദ്ധക്കളത്തിലാണ്. എൻ്റെ സഹചരെല്ലാം യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് എൻ്റെ ഭാര്യയോടൊപ്പം വിശ്രമിക്കാനും സന്തോഷിക്കാനും ഞാനില്ല, ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. ആ ദാസൻ പോയില്ല. ദാവീദ് ചെയ്ത പാപം ആ ദാസന്റെ മേൽ കെട്ടിവെക്കാനുള്ള തിന്മയുടെ ചിന്ത ദാവീദ് രാജാവിനുള്ളത് കൊണ്ടാണ് ആ പ്രവൃത്തി ചെയ്തതെങ്കിലും ആ ദാസന്റെ ആത്മാവിന്റെ പ്രചോദനം ആ ദാസൻ ആ പാപം ചെയ്യാതെ വീണ്ടും തിരിച്ച് യുദ്ധക്കളത്തിലേക്ക് പോയിട്ട് ദാവീദ് രാജാവ് ചെയ്തതെന്താ? അവനെ വളരെ തന്ത്രപൂർവം വകവരുത്തുകയാ ചെയ്തത്. സാത്താൻ തന്ത്രശാലിയാണ്. നമുക്ക് ഓർക്കാം, നമ്മുടെ അമ്മ യുദ്ധക്കളത്തിലാണ്. ദാവീദ് രാജാവിൻ്റെ ആ കാര്യസ്ഥൻ, വിശ്വസ്തനായ ദാസൻ പറഞ്ഞതുപോലെ നമുക്ക് പറയാൻ പറ്റുമോ? സാത്താനെ, എൻ്റെ അമ്മ യുദ്ധക്കളത്തിലാണ്, ഞാൻ നിന്റെ തന്ത്രങ്ങൾ സ്വീകരിക്കാൻ വരില്ല. എൻ്റെ അമ്മ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഞാൻ ആ യുദ്ധത്തിൽ എൻ്റെ അമ്മയ്ക്ക് കരുത്തു പകരേണ്ടവളാണ്. പരിശുദ്ധ അമ്മ വാഗ്ദാന പേടകമാണ്. ആ വാഗ്ദാന പേടകം യുദ്ധക്കളത്തിൽ നിന്ന് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്നോടും നിങ്ങളോടും പറയുന്നു, മക്കളെ, എൻ്റെ കരങ്ങൾക്ക് ശക്തി പകരാൻ നിങ്ങൾ എൻ്റെ കൂടെയുണ്ടായിരിക്കണം. ഒരു പാപത്തിനും ഒരു രോഗത്തിനും ഒരു തരത്തിലുള്ള ശക്തിക്കും ഒരു ആഡംബരത്തിനും ഒരു ലോകത്തിനും നമ്മളെ പിന്തിരിപ്പിക്കാൻ സാധിക്കരുത്. കാരണം വാഗ്ദാന പേടകമായ പരിശുദ്ധ അമ്മ യുദ്ധക്കളത്തിലാണ്, നമുക്ക് മുൻനിരയിൽ നിൽപ്പുണ്ട്. യുദ്ധം ചെയ്ത് സാത്താനെ തോൽപ്പിച്ചുകൊണ്ട് ഈ ലോകത്ത് തന്നെ ദൈവിക സ്വാതന്ത്ര്യം അനുഭവിച്ച് ജീവിച്ച് സ്വർഗത്തിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടു പോകാനായിട്ട് നമുക്കൊരു യുദ്ധം ജയിച്ചേ പറ്റൂ. ഈ പോരാട്ടം അമ്മയോടൊപ്പം സാത്താനെതിരെയാകണം. നന്മയുടെ വഴികളിലൂടെ ജീവിക്കാൻ അമ്മ നമ്മെ പഠിപ്പിക്കും. നന്മ സ്വീകരിക്കുകയാണ് നമ്മുടെ ലക്ഷ്യം. തിന്മയും നന്മയും തമ്മിലുള്ള ഈ പോരാട്ടത്തിൽ നന്മ വിജയിക്കുക തന്നെ ചെയ്യും. അതാണ് പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിൻ്റെ വിജയം. അവിടെയാണ് കർത്താവിൻ്റെ പ്രത്യാഗമനം സംഭവിക്കുക. അത് സംഭവിക്കുമെന്ന് തിരുവചനത്തിൽ, തിരുലിഖിതങ്ങളിൽ എഴുതി വച്ചിരിക്കുന്നത് പൂർണ്ണമായും സത്യമാണ്. അത് സംഭവിക്കേണ്ടത് പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം വഴിയാണ്. അത് സംഭവിക്കുമ്പോൾ ഞാനും നിങ്ങളും അമ്മയുടെ വിമല ഹൃദയത്തിൽ ഉണ്ടായാൽ യേശുവിൻ്റെ പ്രത്യാഗമനത്തിൽ ആനന്ദിക്കാൻ നമുക്ക് സാധിക്കും. ആ ദിവസം എപ്പോഴെന്ന് നമ്മൾ ചിന്തിച്ചിരിക്കേണ്ട, അത് ഇപ്പോഴാണെന്ന് ചിന്തിക്കുക. എപ്പോഴെന്നല്ല, എപ്പോൾ എന്നല്ല, ഇപ്പോൾ. ഇതാണ് രക്ഷയുടെ സമയം. ഇന്നാണ് രക്ഷകൻ ജനിച്ചിരിക്കുന്നതെന്ന് ഓരോ ക്രിസ്ത്യാനിയും ചിന്തിക്കട്ടെ. എന്നിട്ട് എൻ്റെ രക്ഷ എൻ്റെ കർത്താവിൻ്റെ കരങ്ങളിലാണ്. ആ കരങ്ങളിലുള്ള രക്ഷ ഞാൻ സ്വീകരിച്ചെടുക്കേണ്ടത് എൻ്റെ അമ്മയുടെ വിമല ഹൃദയം വഴിയാണ്. അതുകൊണ്ട് ഈശോയുടെ പ്രിയപ്പെട്ട മക്കളെ, ഓരോ ദൈവ പൈതലും ആഗ്രഹിക്കണം, പരിശുദ്ധ അമ്മ എൻ്റെ അമ്മയാണ്, ഞാൻ ആ ആഗ്രഹത്തിൽ വളരണം. എൻ്റെ അമ്മ എന്നെ സ്വർഗത്തിലെത്തിക്കും. അമ്മ പറയുന്നത് ഞാൻ കേൾക്കണം. അമ്മയോടൊപ്പം യുദ്ധം ചെയ്യാൻ ജപമാല എന്ന ആയുധം എടുത്തേ മതിയാകൂ. കൗദാശിക ജീവിതത്തിൽ പങ്കാളിത്തം ഉണ്ടായേ മതിയാകൂ. അപ്പോൾ സാത്താനെ ബന്ധിക്കുന്ന ഒരു വ്യക്തിയായിത്തീരും നീ നിന്റെ അമ്മയോടൊപ്പം. പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ വിമല ഹൃദയത്തിൻ്റെ വിജയം പൂർണ്ണമായിട്ടും ദൈവം ആഗ്രഹിക്കുന്നതാകയാൽ ലോകം അതിനെ വെറുക്കും, സാത്താൻ അതിനെതിരെ യുദ്ധം ചെയ്യും. ആ വിജയം നടപ്പിലാക്കാതിരിക്കാൻ ഏതൊക്കെ വഴികളുണ്ടോ, നിസ്സംഗതയുടെ മൂടുപടം വിരിച്ച് മനുഷ്യരെ അതിനുള്ളിലാക്കിയിട്ട് സംതൃപ്തരാണ് എന്ന വ്യാജേന ജീവിക്കാൻ പലപ്പോഴും തിന്മ പ്രലോഭിപ്പിക്കും. പ്രിയ ദൈവ പൈതലേ, നീ ഉണരണം. നീ ഉണർന്നിട്ട്
നീ ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് എഴുന്നേറ്റിട്ട് നീ തമ്പുരാന്റെ കരങ്ങളിലേക്ക് നിന്റെ ജീവിതം സമർപ്പിക്കുക. ഏത് സങ്കടക്കടലിലാണെങ്കിലും നിന്നെ ഉയർത്താൻ കഴിവുള്ളവൻ നിനക്ക് കൃപ തരും. നിന്നിൽ ഒരുപാട് കഴിവുകൾ നിക്ഷേപിച്ചിരിക്കുന്ന നിന്റെ കർത്താവ് നിന്റെ കഴിവുകളെ കൃപകളാക്കി മാറ്റും. പ്രിയപ്പെട്ട ദൈവപൈതലേ, നീ ഒരു സഹിക്കുന്ന വ്യക്തിയാണെങ്കിലും സഹനം ദൈവകൃപയാക്കി മാറ്റാൻ കർത്താവ് നിനക്ക് ശക്തി തരും. നിന്റെ അമ്മയുടെ കരങ്ങളിൽ ഇരിക്കുന്ന ആയുധം നിന്റെ കരങ്ങളിലേക്ക് അമ്മ വെച്ച് തന്നിട്ടുണ്ട്. ജപമാല എന്ന ആയുധം, ഇതിന് അത്ഭുതകരമായ ശക്തിയുണ്ട്. ഈ ശക്തിയുള്ള ആയുധം എപ്പോഴും എടുത്ത് ഉപയോഗിക്കണമേ. നിന്റെ വിരൽ തുമ്പുകൾ ഇപ്പോൾ പലപ്പോഴും യൂട്യൂബ് ചാനലുകൾ മാറി മാറി കാണാൻ നീ ഉപയോഗിക്കാറില്ലേ? അത് നിർത്ത്. യൂട്യൂബിലൂടെയുള്ള നല്ല കാര്യങ്ങൾ, ദൈവവചന ശുശ്രൂഷകളും മറ്റ് നല്ല കാര്യങ്ങൾ കണ്ടോ നീ? എങ്കിലും യൂട്യൂബിൻ്റെ മറ്റു കാര്യങ്ങൾ കാണുന്ന അടിമയായി മാറരുത് നീയെ. നിന്റെ കൈകളിൽ എപ്പോഴും ജപമാല ഉണ്ടായിരിക്കട്ടെ. നിന്റെ വിരലുകൾ ജപമാലയിലൂടെ ചലിച്ചുകൊണ്ടിരിക്കട്ടെ. അപ്പോൾ നീ ലോകത്തിനെതിരെ, സാത്താനെതിരെ യുദ്ധം ചെയ്യുന്ന ഒരു ദൈവ പൈതലായിട്ട് പരിശുദ്ധ അമ്മയോടൊപ്പം സ്വർഗത്തിലേക്ക് നടന്നുകൊണ്ടിരിക്കും. അവൻ ബന്ധിതനാകുമ്പോൾ നിന്നിൽ നിറയുന്നൊരു സന്തോഷമുണ്ടല്ലോ, അതായിരിക്കട്ടെ നിന്റെ ലക്ഷ്യം. അതിനായി ഈശോ പരിശുദ്ധ അമ്മ വഴി നമ്മെ എല്ലാവരെയും പ്രത്യേകമായി അനുഗ്രഹിക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. നാളെയും പരിശുദ്ധ അമ്മയുടെ തിരുസന്ദേശങ്ങൾ ശ്രവിക്കണം. തുടർന്നുള്ള സമയം ആരാധനയുണ്ട്. ആരാധനയിൽ പങ്കെടുത്തിട്ട് ജീവിതം പ്രാർത്ഥനയാക്കുക, പ്രാർത്ഥന ജീവിതമാക്കുക. ഇതിനുള്ള അനുഗ്രഹം പരിശുദ്ധാത്മാവ് എല്ലാ മക്കളിലും നിറയ്ക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ആമേൻ. ആവേ മരിയ. ഹല്ലേലൂയ.